ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇന്ന് കൊട്ടിക്കലാശം. മറ്റന്നാൾ നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ 122 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും റാലി നടത്തുന്നു. റാലിക്കുള്ള അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. 10,000 രൂപ അക്കൗണ്ടിലേക്ക് ലഭിച്ചില്ലെന്ന വനിതാ പ്രവർത്തകരുടെ തുറന്നുപറച്ചിൽ NDA വെട്ടിലാക്കിയിട്ടുണ്ട്. आपको 10,000 मिला अकाउंट में? नहीं मिला, 10,000 नहीं मिला, 10,000 मिला, 10,000 हम लोग को नहीं मिला है। उसी का वोट देंगे, उसी का वोट देंगे। ഡി ധനസുമോദ് ചേരുന്നുണ്ട്. ധനസുമോദ്, NDA അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യഘട്ടത്തിലെ വോട്ടിംഗ് പെർസെന്റേജിൽ തന്നെ മുന്നണിക്കകത്ത് വലിയ ആശങ്കയുണ്ട്. എന്തുകൊണ്ട് അത്രയധികം വോട്ടിംഗ് പെർസെന്റേജ് വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ഇല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളും കാരണങ്ങളും എല്ലാം അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് കൂടുതലായി വോട്ടേഴ്സ് ഉയർത്തുന്നത്? എന്തൊക്കെ വെല്ലുവിളികൾ സഖ്യത്തിനെയും NDAയും സംബന്ധിച്ച് മുന്നിലുണ്ട് രണ്ടാം ഘട്ടത്തിൽ? NDAയുടെ പ്രധാനപ്പെട്ട വിജയപ്രതീക്ഷ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ്. സ്ത്രീകളാണ് കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരുന്നത്. മാത്രമല്ല 10,000 രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തത് കൊണ്ടായിരുന്നു മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും വിജയം നേടാനായത്. ആ വിജയം ബീഹാറിലും കൊയ്യും എന്ന് തന്നെയാണ് നിതീഷ് കുമാറും നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മൾ നേരത്തെ വിഷ്വലിൽ കണ്ടതാണ്, ഈ വനിതാ പ്രവർത്തകരോട് തന്നെ സംസാരിക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെ പറയുന്നു. ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ അടക്കം നമ്മളോടൊപ്പം ചേരുകയാണ്. രാഹുൽ ഗാന്ധി कि राहुल गांधी आया हरिया आए थे और हरिया प्रत्याशी को बुला करके सारे जनता लोग वहाँ जा करके वो सारे धन्यवाद ज्ञापन करके गए हैं। रैली कैंसिल किया? नहीं, कैंसिल नहीं हुआ है। प्रोग्राम वही था, वही उसी जगह जिला में आना था उनको। जिला में आकर के वो प्रत्याशी को बुला करके धन्यवाद ज्ञापन करके आशीर्वाद देके गए हैं। ओके, वहाँ से चलेंगे. രാഹുൽ ഗാന്ധിക്ക് നേരത്തെ പട്ടേൽ ചൗക്ക് എന്ന് പറയുന്ന പ്രദേശത്തേക്കായിരുന്നു നേരത്തെ ഒരു റാലിക്ക് അനുമതി നൽകിയിരുന്നത്. പക്ഷേ റാലിക്ക് അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും രാഹുൽ ഗാന്ധി പ്രചരണത്തിൽ വളരെ സജീവമായിട്ട് തന്നെ ഇടപെടുകയാണ്. പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് ഇവിടെ പ്രചരണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. തേജസ്വി യാദവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ടുള്ള ഒരു വസതിയിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകും എന്നുള്ളൊരു വാഗ്ദാനം തന്നെയാണ്. പക്ഷേ അത് ഒരു വ്യാജ വാഗ്ദാനമാണ് എന്നുള്ള കാര്യം പറഞ്ഞാണ് BJP നേരിടുന്നത്. പക്ഷേ താൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 5 ലക്ഷം തൊഴിലായിരുന്നു നൽകിയിരുന്നത്. അത് 10 ലക്ഷം നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇടക്കാലം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 5 ലക്ഷം നൽകാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് താൻ പറയുന്ന വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് തേജസ്വി യാദവ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം തൊഴിലില്ലായ്മയാണ് പ്രധാന ആയുധമാക്കി ഉപയോഗിക്കുന്നത്. അതേസമയം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടിൽ കണ്ണുവെച്ച് തന്നെയാണ് BJP രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകളിൽ തന്നെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കൊട്ടിക്കലാശം നടക്കുന്നത്.